വിശദമായ വാർത്തകൾ നോക്കാം. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. എന്നാൽ വെന്റിലേറ്ററിന് സഹായമുണ്ട്. തലയിലെയും ശ്വാസകോശത്തിലെയും പരിക്ക് പ്രത്യേക മെഡിക്കൽ സംഘം പരിശോധിച്ചു വരികയാണ്. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ 10:30 പുറത്തിറക്കും. സംഭവത്തിൽ നൃത്തപരിപാടി നടത്തിയ സംഘാടകർക്കെതിരെയും സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും പാലാരിവട്ടം പോലീസ് കേസെടുത്തു. സുരക്ഷാ വീഴ്ചയിലാണ് കേസെടുത്തത്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നത് ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന അപകടം വലിയ ആശങ്കയിലേക്കെല്ലാം എത്തിച്ചു. ഇന്നൊരു ആശ്വാസത്തിൻ്റെ ഒരു പകലിലേക്കാണ് നീങ്ങുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിൽ ആശാവഹമായ ഒരു പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വിശദമായൊരു മെഡിക്കൽ ബുള്ളറ്റിൻ 10:30 ശേഷമുണ്ടാകും. ഡോക്ടർമാർ മാധ്യമങ്ങളോട് ഇത് സംബന്ധിയായ കാര്യങ്ങൾ സംസാരിക്കും. എന്തായാലും വെന്റിലേറ്റർ സഹായത്തോടു കൂടി തന്നെയാണ് ഉമാ തോമസ് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നത്. എങ്കിൽ കൂടിയും ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അതിൽ ആരോഗ്യനിലയിലടക്കം നേരിയ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവയവങ്ങളുടെ പ്രവർത്തനം ഒരു സാധാരണ നിലയിലേക്ക് വരുന്നു, BP സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇനിയിപ്പോൾ തലച്ചോറിനേറ്റ ക്ഷതങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധനകളടക്കം ആവശ്യമാണ്. അവിടെയാണ് കൂടുതൽ ചികിത്സകളടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ എന്താണ് ഒരു തുടർ ചികിത്സ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിനും അതിനുശേഷം ഡോക്ടർമാരും വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെയും ആ രീതിയിൽ തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചത്. 24 മണിക്കൂർ നിരീക്ഷണം ആശുപത്രിയിൽ അത് ഉണ്ടാകും. ഇതിനുശേഷമാണ് ഏത് രീതിയിലുള്ള ഒരു ചികിത്സയിലേക്ക് അടക്കമാണ് നീങ്ങുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചികിത്സ നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. തലച്ചോറിനേറ്റ ക്ഷതം അത് എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകുന്നു, അതിന് ഏത് രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നു എന്നതെല്ലാമാണ് ഇനി അറിയേണ്ടത്. മറ്റ് കാര്യങ്ങൾ അത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഈ ആന്തരിക രക്തസ്രാവം അടക്കമുള്ള കാര്യങ്ങൾ വലിയ ആശങ്ക ഉണർത്തിയിരുന്നു. കാരണം വാരിയെല്ലുകൾ ഒടിഞ്ഞിരുന്നു, 3 വാരിയെല്ലുകൾ ഒടിഞ്ഞിരുന്നു. അത് ശ്വാസകോശത്തിൽ ക്ഷതമുണ്ടാക്കുന്നതിനടക്കം കാരണമാവുകയും ചെയ്യുന്നു. അത് വലിയ രീതിയിലൊരു ആശങ്ക തുടക്കത്തിൽ തന്നെ ഉയർത്തിയിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒന്ന് മറികടന്നുകൊണ്ട് അല്പം ഭേദപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നതെങ്കിൽ വിശദമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇതിൻ്റെ ആധികാരികമായി ഔദ്യോഗികമായി 10:30 പുറത്തിറങ്ങും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം അശ്വതി, ഇതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ അപകടമുണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. ഇവിടെയാണ് അപകടമുണ്ടാകുന്നത്. നിലവിൽ ഇതിൻ്റെ സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മൃദംഗാഭിഷൻ എന്ന് പറയുന്ന സംഘാടകർ, ഒപ്പം തന്നെ സ്റ്റേജ് നിർമ്മാണം നടത്തിയവർ. ഇന്നലെ ഇവിടെ നിന്നാണ് ഇവർ ഉമാ തോമസ് MLA താഴേക്ക് വീഴുന്നത്. ഇപ്പോഴും അവരുടെ ചെരുപ്പുകൾ അടക്കം ഇവിടെ കിടക്കുന്നുണ്ട്. ഈ റിബൺ കെട്ടി തിരിച്ച ഭാഗത്ത് ഇവിടേക്കാണ് അവർ താഴേക്ക് നിലംപതിക്കുന്നത്. ഇതായിരുന്നു സത്യത്തിൽ ഈ കാണുന്ന റിബണായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കൈവരി അല്ലെങ്കിൽ ഒരു ബാരിക്കേഡ് സംവിധാനം എന്ന് പറയാവുന്ന ഒരു സംഭവം ഇത് മാത്രമായിരുന്നു. നമ്മളൊരു ക്യൂ മാനേജർ എന്ന രീതിയിൽ പലപ്പോഴും തന്നെ ഈ വലിയ ഓഫീസുകളിലൊക്കെ എല്ലാം ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. ഇത് മാത്രമായിരുന്നു ഈ കാണുന്ന സ്റ്റേജിന് ഇതിന് മുന്നിലുണ്ടായിരുന്നത്. നമുക്ക് കാണാം ഈ സ്റ്റേജ് നിർമ്മാണത്തിനെതിരെ തന്നെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. തീർത്തും അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ യാതൊരു രീതിയിലുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ ഇവിടെ ലഭ്യമാക്കാത്ത രീതിയിലായിരുന്നു ഈ സ്റ്റേജ് നിർമ്മാണം അടക്കം നടത്തിയിരുന്നത് എന്നതാണ്. ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഭാഗത്തെ ബാരിക്കേഡാണ്. ഈ സാധാരണഗതിയിൽ അപ്പുറത്തേക്ക് വിശദമായിട്ട് വരുമ്പോഴേക്കും ഈ ബാരിക്കേഡാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത്. അത് സുരക്ഷാ മാനദണ്ഡ പ്രകാരം ആ സ്റ്റേഡിയത്തിൽ ഉള്ള ബാരിക്കേഡാണ്. ആ ബാരിക്കേഡിനും അതിനും മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് ഇതിന്റെ തട്ടടിച്ചിരിക്കുന്നത്, സ്റ്റേജിന്റെ തട്ടടിക്കുന്നത്. അതായത് സ്റ്റേജിന് യാതൊരു രീതിയിലുള്ള ഒരു കൈവരിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യാമറയിൽ കാണുന്ന ദൃശ്യങ്ങൾ അതിന് ആ ബാരിക്കേഡിന് താഴെയാണ്
കസേരകളുള്ളത്. സാധാരണ സ്റ്റേഡിയത്തിൽ ഇരിക്കാവുന്ന കസേരകൾ ഉള്ളത് അവിടെയാണ്. അപ്പോൾ ആ ബാരിക്കേഡിനേക്കാളും ഒരു 2 അടിയോളം ഉയരത്തിൽ സ്റ്റേജ് നിർമ്മിച്ച് ആ കസേരകൾ പൂർണ്ണമായും അതിനടിയിലേക്ക് വന്ന് അങ്ങനെയാണ് ഈ സ്റ്റേജ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതിൽ കാണാം അതിൻ്റെ ഇവിടെ ഇരിക്കുന്ന സാധാരണ രീതിയിലുള്ള നമ്മൾ പലപ്പോഴും ISL മറ്റു കാര്യങ്ങളുമായി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കാറുള്ള ഭാഗമാണ്. അതിനു മുന്നിൽ തീർത്തും സുരക്ഷിതമായ രീതിയിൽ തന്നെ കൈവരികൾ ഉണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അത് പരിപാലിക്കപ്പെടുന്നതാണ്, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ്. അതിന് മുകളിലേക്കായിട്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആ ബാരിക്കേഡിന്റെ ഉയരത്തിന് ഒപ്പിച്ച് തന്നെയാണ് സ്റ്റേജ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നതാണ്. അതിന് മുകളിലായിരുന്നു VVIPകൾക്കുള്ള ഇരിക്കാനുള്ള ഒരു സംവിധാനം. അതാണ് ഡാനി അവിടെ ഒന്ന് ഇടപെടുകയാണ്. അതിന് അവർ നൽകുന്ന മറുപടി, ഈ സ്റ്റേജ് നിർമ്മിച്ചവർ നൽകുന്ന മറുപടി, അങ്ങനെ ഒരു ബാരിക്കേഡ് അവിടെ വരികയാണെങ്കിൽ കാഴ്ചയ്ക്ക് മറവുണ്ടാകും, അവിടെ ആ നൃത്ത പരിപാടി കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെയാണ്. പക്ഷെ ഇത്രയും ഉയരത്തിലൊരു സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് ഒരാളൊന്ന് കാല് തന്നെ വീഴുകയോ ഒന്ന് പിടിക്കാനോ എന്തെങ്കിലും ഒന്ന് അവിടെ വേണ്ടതാണ്. അതുപോലും ഇല്ല എന്നുള്ളത്, സുരക്ഷാ വീഴ്ച ഉണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടല്ലേ ഡാനി? കൃത്യമല്ലേ അശ്വതി, കൃത്യമല്ല. കാരണം ഇന്നലെ ഇപ്പോൾ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മാറുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായത് വ്യക്തമാവുന്ന രീതിയിൽ തന്നെയാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം അതിന്റെ ബാരിക്കേഡിനും തൊട്ടു മുകളിൽ വെച്ച് തന്നെ സ്റ്റേജിന്റെ ആ തട്ടടിച്ച് തീർത്തിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അതിനു മുന്നിൽ ആ റിബൺ ഒരു ക്യൂ മാനേജർ എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്ന യാതൊരു രീതിയിലും സുരക്ഷ പ്രദാനം ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ആ റിബൺ ചെറിയ ഇതിൽ പോസ്റ്റിൽ ഉറപ്പിച്ചു നിർത്തുന്ന രീതിയിൽ അത് ആളുകൾ എങ്ങോട്ട് പോകുന്നു അതനുസരിച്ച് മാത്രമേ അത് നീങ്ങത്തുള്ളൂ. അല്ലാതെ മറ്റു രീതിയിലേക്കൊന്നും അത് ഒരു രീതിയിലും ഒരു സുരക്ഷയ്ക്ക് പറ്റിയ ഒരു കാര്യമേ അല്ല. അപ്പോൾ ആളുകളുടെ സുരക്ഷയാണോ ഇവർ മുഖ്യമായും കണക്കിലെടുത്തത്, അതോ ഇത് കാണുന്നതിന് വേണ്ടി ഇവിടെ 12,000-ലധികം പേരാണ്, നർത്തകരാണ് ഇന്നലെ ഭരതനാട്യം കാര്യങ്ങളുമായിട്ട് ഇവിടെ ഉണ്ടായത്. അത്രമാത്രം പേർ ഈ ഗ്രൗണ്ടിലുണ്ട്. നമുക്ക് ഈ ഗ്രൗണ്ട് കാണാം. ഈ ഗ്രൗണ്ടിൽ അത്രയും പേരുണ്ട്. ഒപ്പം തന്നെയും ഇവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് ഇതിനകത്തേക്ക് വരുമ്പോൾ സുരക്ഷാ പ്രോട്ടോകോൾ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ എന്ത് കരുതൽ സ്വീകരിച്ചു, ഏത് രീതിയിലുള്ളൊരു ജാഗ്രത അതിലുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. തീർച്ചയായും ഇപ്പോൾ അതിൽ കേസെടുത്തിട്ടുണ്ട്, അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു അപകടം വരുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് മാത്രമാണോ ഇതിനെക്കുറിച്ചൊരു നമ്മൾ ജാഗ്രത പുലർത്തുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിൽ പരിശോധന നടത്തേണ്ടത് ആരായിരുന്നു? ഇതിൽ ഇത്തരം വലിയൊരു മെഗാ ഇവന്റിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇതുപോലൊരു വലിയ സ്റ്റേഡിയം, 50,000-ലധികം പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയം വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇതുപോലൊരു പരിപാടി നടത്തുമ്പോൾ ഇതിനകത്തേക്ക് വരുന്ന ആളുകളെ കുറിച്ച് കൂടി ആലോചിക്കണം. അപ്പോൾ അതിനകത്തേക്ക് ആളുകൾ വരും, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്, സുരക്ഷാ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്, എല്ലാം ചെയ്യേണ്ടതുണ്ട്. അതിനൊരു ഓഡിറ്റിംഗ് ആവശ്യമാണ്. ആർക്കായിരുന്നു ഇതിന് ചുമതല എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഇതിന് ഇത്രയും ഒരു പരിപാടികൾ നടത്തുമ്പോൾ നിശ്ചയമായും പോലീസിൻ്റെത് അടക്കമുള്ള അധികാരികളുടെ കയ്യിൽ നിന്ന് ഇതിനെല്ലാം തന്നെയും അനുമതി വാങ്ങേണ്ടതുണ്ട്. അവർ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ മാത്രമായിരിക്കും ആ രീതിയിലേക്കുള്ള ചിന്തകൾ പോലും ഉണ്ടാകുക. ഇവിടെ സംഭവിച്ചിരിക്കുന്നതും മറ്റൊന്നുമല്ല, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ അതിനു മുൻപും നേരത്തെ പറഞ്ഞ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഇതേപോലുള്ള പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ചില അപകടങ്ങളില്ലാതെ ഒരു കാര്യവും കടന്നുപോയാൽ കടന്നുപോയി എന്നതാണ്. അതിന് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആര് പരിശോധന, മറ്റ് സംഘാടകരടക്കം ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടതാണ്. അവർ ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ